ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മെട്രോ റെയിൽ കോർപ്പറേഷനിൽ ജോലി ആഗ്രഹിക്കുന്ന യുവക്കൾക്ക് വേണ്ടി MMRCL പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ITI, ഡിപ്ലോമ, ഡിഗ്രി തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നിരവധി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. 25,000 രൂപ മുതൽ 2,60,000 രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് സാലറി വരുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ യോഗ്യരായ യുവക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. മെട്രോ റെയിൽ കോർപ്പറേഷനിൽ ജോലി ആഗ്രഹിക്കുന്ന ITI, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നിരവധി തസ്തികകളിലേക്കാണ് ഇപ്പോൾ MMRCL പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യതയും നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് അഡീഷണൽ ചീഫ് പ്രോജക്റ്റ് മാനേജർ സിഗ്നലിലേക്കാണ്. ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് യോഗ്യതകളായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കലിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കലാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ സേഫ്റ്റി ആൻഡ് ട്രെയിനിങ് കോർഡിനേഷൻ ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസിപ്ലിൻ ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് മാനേജറാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ഡിസിപ്ലിൻ ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ സ്റ്റേഷൻ കൺട്രോളർ അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോളർ അല്ലെങ്കിൽ ഡിപ്പോട്ട് കൺട്രോളർ അല്ലെങ്കിൽ ട്രെയിൻ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ സെക്ഷൻ എഞ്ചിനീയറിംഗ് ട്രാക്കിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ സെക്ഷൻ എഞ്ചിനീയറിംഗ് ട്രാക്ഷനിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങൾ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ? നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങളുടെ PSC പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അൺഅക്കാഡമി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് അൺഅക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അൺഅക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ LDC മെയിൻ എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. LDC മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASB10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി ദിശ എന്നൊരു കോഴ്സും LGS മെയിൻ എക്സാമിന് വേണ്ടി ജേതാവ് എന്നൊരു കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾ എഴുതുന്ന യുവക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASB10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ MEPയിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സെക്ഷൻ എഞ്ചിനീയർ ITയിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ഡിസിപ്ലിൻ ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ സിഗ്നൽ ആൻഡ് ടെലികോമിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ ട്രാക്ഷനിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് യോഗ്യതകളായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് സിവിൽ അല്ലെങ്കിൽ ട്രാക്കിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗിനുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ്.
അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ ടെക്നീഷ്യനാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ITI ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക് ടൂൾ മെഷീൻ മെയിൻ്റനൻസ് ട്രേഡ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ ടെക്നീഷ്യനാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ITI ഇൻ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക് ഫിറ്റർ അല്ലെങ്കിൽ പ്ലംബർ ട്രേഡ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ ടെക്നീഷ്യൻ മേസൺ ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ITI ഇൻ മേസൺ ട്രേഡാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ ടെക്നീഷ്യൻ സിഗ്നൽ ആൻഡ് ടെലികോമിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് യോഗ്യത വരുന്നത് ITI ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ആണ്. ഈ പോസ്റ്റിലേക്ക് യോഗ്യത വരുന്നത് ITI ഇൻ ഫിറ്റർ ട്രേഡ് ഉള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് അക്കൗണ്ട് അസിസ്റ്റന്റ് ഫിനാൻസിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഫുൾ ടൈം BCom ഡിഗ്രി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. കൂടാതെ ICWA കോഴ്സ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 400 രൂപയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസായി വരുന്നത്. കൂടാതെ SC/ST വിഭാഗത്തിനും വുമൻ കാറ്റഗറീസിനും ഈ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ലാതെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി ഒക്ടോബർ 14, 2021 വരെയാണ് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരാണോ? നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങളുടെ PSC പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അൺഅക്കാഡമി. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് അൺഅക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അൺഅക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ LDC മെയിൻ എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. LDC മെയിൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASB10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി ദിശ എന്നൊരു കോഴ്സും LGS മെയിൻ എക്സാമിന് വേണ്ടി ജേതാവ് എന്നൊരു കോഴ്സും അൺഅക്കാഡമിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകൾ എഴുതുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASB10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്.